ചിലത് അങ്ങനെ പറയും, ഫർളാണ് പറയും. ചിലത് അതിൻ്റെ പദപ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാകും. അപ്പം ചിലത് പിന്നെ ഹദീസിൽ തന്നെ അതിൽ സൂചനകൾ വരും, നിർബന്ധമില്ല എന്ന് വരും. ചിലത് സുന്നത്തിൽ തന്നെ ഏറ്റവും വ്യത്യാസം ഉണ്ടാകാം. ഇപ്പം മഗ്‌രിബിന് മുമ്പുള്ള നിസ്കാരം 2 റക്അത്ത് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലു ഖബലൽ മഗ്‌രിബ്, മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ. സ്വല്ലു ഖബലൽ മഗ്‌രിബ്, സ്വല്ലു ഖബലൽ മഗ്‌രിബ് 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത് പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പം എന്ത് മനസ്സിലായി? നിർബന്ധമല്ല, അതേപോലെ മറ്റുള്ളതിനെ പോലെ പഠിപ്പിക്കപ്പെട്ട ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ ലിമൻ ഷാ എന്ന് പറയില്ല, നിർബന്ധമാണെങ്കിൽ ലിമൻ ഷാ എന്തായാലും പറയില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചിലപ്പോൾ വരും. ചിലത് നബിതങ്ങൾ ചെയ്യും, പക്ഷെ ചിലപ്പോൾ ഇപ്പം ചെയ്യാതെ വെക്കും. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ഒഴിവാക്കും, പിന്നെയും ചെയ്യും, പിന്നെയും ഒഴിവാക്കും. അപ്പം മനസ്സിലാക്കാം, ഒഴിവാക്കിയാൽ മനസ്സിലാക്കാം അത് നിർബന്ധമായ കാര്യമല്ല. നിർബന്ധമായ കാര്യമാണെങ്കിൽ ഒരിക്കലും ഒഴിവാക്കുകയില്ല. ഇങ്ങനെയുള്ള സാഹചര്യ തെളിവുകളാലാണ് ഒരു സംഗതി നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് വേർതിരിച്ച് അറിയുക. അതിലുപയോഗിച്ച പദപ്രയോഗങ്ങൾ, നബി കാണിച്ച കണിശതകൾ, അതൊക്കെ അതിൽ പ്രധാനമാണ്. അപ്പോൾ സ്വഹാബിമാർ അത് നബിയുടെ കാലത്ത് തന്നെ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ട് ചെയ്യാതൊക്കെ, സാഹചര്യം ഇല്ലായിട്ട് ചെയ്യാതിരുന്നാൽ അത് കൂട്ടില്ല. ചെയ്യാൻ സാഹചര്യമുണ്ട്, അത് ചെയ്യേണ്ട സാഹചര്യമുണ്ട്, തടസ്സങ്ങളൊന്നുമില്ല, എന്നിട്ടും ചെയ്തില്ല, അപ്പോൾ അത് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കാം. അതേപോലെ കൽപ്പനാക്രിയ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ, ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമെന്ന് വരില്ല. അനുവദനീയമെന്നോ അല്ലെങ്കിൽ സുന്നത്ത് എന്നോ ഒക്കെ മാറി മാറി അവിടെ വിധികൾ വരും. അതൊക്കെ ഭാഷയിലെ ചില നിയമങ്ങളും അതേപോലെ ഇസ്ലാമിക അടിസ്ഥാന അധ്യാപനങ്ങളുടെ ചില തത്വങ്ങളുമൊക്കെ അതിലുണ്ട്. മഖാസിദു ശരിയ എന്ന് പറഞ്ഞ ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ആ ഉദ്ദേശ ലക്ഷ്യങ്ങളും അറബി ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് അതിൽ നിന്ന് പണ്ഡിതന്മാർ ഗ്രഹിച്ച് മനസ്സിലാക്കി തരാറുള്ളത്.